ഹായ് ഗൈസ്, ഞാൻ പ്രജിത് മോഹനൻ. ഗിസ്ബോർഡ് മലയാളത്തിലേക്ക് സ്വാഗതം. മിഡ് റേഞ്ച് സ്മാർട്ട് ഫോൺ സെഗ്മെന്റിൽ മികച്ച പെർഫോമൻസും ഫ്ലാഗ്ഷിപ്പ് ക്യാമറ ഫീച്ചറുകളും അതുപോലെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ അഥവാ OIS പോലെയുള്ള പ്രീമിയം ഫീച്ചറുകളും അവതരിപ്പിച്ചുകൊണ്ട് വിപണിയിലേക്ക് വന്ന പുതിയ സ്മാർട്ട് ഫോണാണ് റിയൽമിയുടെ 9 Pro Plus. അതും ബേസ് മോഡലിന് 25,000 രൂപയിൽ താഴെ മാത്രമാണ് ഇത് സ്മാർട്ട് ഫോണിൻ്റെ വില എത്തുന്നതെന്ന് ആലോചിക്കണം. അപ്പോഴാണ് ഈ പ്രീമിയം ഫീച്ചറുകൾ ഇത്രയും വില കുറഞ്ഞൊരു ഫോണിലേക്ക് വരുന്ന ആ ഒരു സാഹചര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ സ്മാർട്ട് ഫോണിൻ്റെ മറ്റു വിശദാംശങ്ങൾ അറിയുന്നതിന് മുൻപ് നമുക്ക് അൺബോക്സിംഗ് തുടങ്ങാം. ഓക്കെ, ഇതാണ് റിയൽമി 9 Pro Plus സ്മാർട്ട് ഫോണിൻ്റെ കവർ വരുന്നത്. കവറിനുള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇതിനുള്ളിൽ തന്നെ ഒരു കവറിന് സമാനമായൊരു യെല്ലോ കാർഡ്ബോർഡ് ബോർഡും ഉണ്ട്. ഓക്കെ, ബോർഡിനകത്ത് ഒരു സിലിക്കോൺ കേസ് കാണാം. ഒരു ബ്ലാക്ക് ഷെയ്ഡുള്ള സിലിക്കോൺ കേസാണ് റിയൽമി 9 Pro Plus സ്മാർട്ട് ഫോണായി നൽകിയിരിക്കുന്നത്. അത്രയ്ക്ക് പ്രൊട്ടക്ഷനൊന്നും ഓഫർ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്തുനിന്ന് നല്ല പ്രൊട്ടക്ഷൻ നൽകുന്ന പുതിയ കവർ വാങ്ങിക്കാവുന്നതാണ്. ഓക്കെ, അപ്പം യൂസർ മാനുവൽ തുടങ്ങിയ പേപ്പറുകളെല്ലാം ഇതിനകത്തുണ്ട്. ഓക്കെ, സിം കാർഡ് ഇജക്ടർ ടൂളും സ്മാർട്ട് ഫോണിൻ്റെ കവറിനുള്ളിൽ നൽകിയിരിക്കുന്നു. ഇതാണ് റിയൽമി 9 Pro Plus സ്മാർട്ട് ഫോൺ. ഇതിൻ്റെ ബാക്ക് കവറിൽ ഇതിൻ്റെ കളർ ഷെയ്ഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ അൾട്രാ വയലറ്റ് രശ്മിയോ സൂര്യരശ്മിയോ ഒക്കെ അടിക്കുമ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് ആകും. ലൈറ്റ് ഷിഫ്റ്റിംഗ് ടെക്നോളജിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത് നമുക്ക് പിന്നീട് ഒരു സാഹചര്യത്തിൽ നോക്കാം. ഈ ഫോൺ ഇപ്പോൾ തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ. ഇനി ബോക്സിനുള്ളിൽ മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് ഉള്ളതെന്നൊന്നുകൂടെ നോക്കാവുന്നതാണ്. ഇപ്പോൾ ഇതാണ് 655 വാട്ട് സൂപ്പർ ഡാർട്ട് അഡാപ്റ്റർ, ഒപ്പം Type-C കേബിളും നൽകിയിരിക്കുന്നു. അപ്പോൾ ഇത്രയധികം കാര്യങ്ങളാണ് ഈ ബോക്സിനുള്ളിൽ നൽകിയിരിക്കുന്നത്. നമുക്ക് ഈ സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ സിസ്റ്റം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകാം. ട്രിപ്പിൾ ക്യാമറ സിസ്റ്റമാണ് റിയൽമി 9 Pro Plus ഫീച്ചർ ചെയ്യുന്നത്. 50 MB മെയിൻ ക്യാമറയാണ്. അത് സോണി IMX766 ഫ്ലാഗ്ഷിപ്പ് സെൻസറാണിത്. ഒപ്പം മറ്റൊരു പ്രത്യേകതയാണ് OIS EIS ഫീച്ചറുകൾ. OIS എന്ന് പറയുന്ന ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും EIS ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷനുമാണ്. ഒപ്പം 8 MB വൈഡ് ആംഗിൾ ലെൻസ്, 2 MB മാക്രോ സെൻസർ എന്നിവയും ഈ ഡിവൈസിലുണ്ട്. ഒരു ഫീച്ചർ ഹെവി ക്യാമറ സിസ്റ്റമാണ് റിയൽമി 9 Pro Plus എന്ന് പറയാം. കാരണം അത്രയധികം ഫീച്ചറുകൾ, വിവിധതരം മോഡുകൾ, നൈറ്റ് മോഡ് പോലെയുള്ള ഫോട്ടോ എടുക്കാനുള്ള പ്രത്യേകതരം സവിശേഷമായ ഫീച്ചറുകൾ, ഇതെല്ലാം ഈ സ്മാർട്ട് ഫോണിൽ റിയൽമി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ ചില ക്യാമറ സാമ്പിളുകൾ നോക്കാം. ഓക്കെ, ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ അഥവാ OIS ആണ് റിയൽമി 9 Pro Plusന്റെ ഒരു ഹൈലൈറ്റ് ആയി കമ്പനി പറഞ്ഞിരുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ റിയൽമി 9 Pro Plus സ്മാർട്ട് ഫോൺ നമ്മളെ നിരാശപ്പെടുത്തുകയാണ്. കാരണം ഈ വീഡിയോ ഫീഡിൻ്റെ ഷേക്ക് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. കുട്ടിഘോഷിച്ചു കൊണ്ടുവന്ന ഫീച്ചർ അല്ലെങ്കിൽ ഈ ഫോണിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്ന ഫീച്ചർ തന്നെ വളരെ മോശമായിരിക്കുകയാണ്. പക്ഷേ അതേസമയം ഡിവൈസിലെ EIS സ്റ്റെബിലൈസേഷൻ ഫീച്ചർ ഈ ഒപ്റ്റിക്കൽ സ്റ്റെബിലൈസേഷനേക്കാളും മികച്ചൊരു അനുഭവം നൽകുന്നുണ്ട്. അത്ര സ്മൂത്തായിട്ടുള്ള ഇഷ്ടമെടുക്കാൻ കഴിയുന്നുണ്ട്. ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫിക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു സ്മാർട്ട് ഫോണാണ് ഈ സെഗ്മെന്റിൽ, പ്രത്യേകിച്ച് റിയൽമി 9 Pro Plus എന്ന് പറയുന്നത്. അത്രയധികം മികച്ച ലോ ലൈറ്റിലും മികച്ച ചിത്രങ്ങൾ എടുക്കാൻ റിയൽമി 9 Pro Plusന് കഴിയുന്നുണ്ട്. അതിന് തെളിവാണ് നിങ്ങൾ ഈ കാണുന്ന ഏറ്റവും കുറഞ്ഞ ലൈറ്റിലെടുത്ത ഈ മികച്ച ചിത്രങ്ങൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ എല്ലാം അത്രയും ഡീറ്റെയിലിംഗ് ആണ്. ഇതൊക്കെ ചിത്രങ്ങൾ എടുത്തിരിക്കുന്നതെല്ലാം വളരെ ലൈറ്റ് കുറഞ്ഞ സാഹചര്യത്തിൽ നിന്നാണ്. ഈ ചിത്രം കാണുമ്പോൾ അത്രയധികം ലൈറ്റ് കുറവില്ല എന്ന് തോന്നാം, പക്ഷേ വളരെ ലൈറ്റ് കുറഞ്ഞ ചില ചിത്രങ്ങളാണെങ്കിൽ കണ്ണിന് നേരിട്ട് നോക്കുമ്പോൾ കണ്ണിൽ കാണാൻ പോലും കഴിയാത്തത്ര ലൈറ്റ് കുറവാണ്. ആ സാഹചര്യത്തിൽ നിന്നാണ് ഇത്രയധികം മികച്ച ചിത്രങ്ങൾ പകർത്താൻ കഴിഞ്ഞിരിക്കുന്നത്. ഇതുപോലെ തന്നെ നിരവധി ഓപ്ഷനുകളും ക്യാമറ ഫീച്ചറുകളും ഒക്കെ റിയൽമി 9 Pro Plus സ്മാർട്ട് ഫോണിൽ ലഭ്യമാണ്. OIS ഒഴിച്ചുള്ള എല്ലാ ഫീച്ചറുകളും ക്യാമറ ഫീച്ചറുകളും നല്ല പെർഫോമൻസ് നൽകുന്നു എന്നൊരു പ്രത്യേകതയും ഈ സ്മാർട്ട് ഫോണിനുണ്ട്. അപ്പോൾ മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 16 MB ഇൻ ഡിസ്പ്ലേ സെൽഫി സെൻസറും ഈ സ്മാർട്ട് ഫോണിൽ നൽകിയിട്ടുണ്ട്. അതും മികച്ചൊരു ഓപ്ഷൻ തന്നെയാണ്. റിയൽമിയുടെ ക്യാമറകൾ എന്നൊക്കെ പറയുന്ന അത്ര സെൽഫി ക്യാമറകളൊക്കെ അത്ര അത്യാവശ്യം ക്വാളിറ്റി കൂടുതലുള്ളതാണ്, നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായി കാണും. പിന്നെ ഈ ഫോണിന് കരുത്തു പകരുന്നത് MediaTek Dimensity 920 5G പ്രോസസ്സറാണ്. അത്യാവശ്യം വിപണിയിൽ ലഭ്യമായതിൽ വെച്ച് ശക്തിയുള്ള പ്രോസസ്സറുകൾ ഒന്ന് തന്നെയാണത്. ഒപ്പം ഡിസ്പ്ലേയുടെ ഒരു 6.4 ഇഞ്ച് വരുന്ന ഡിസ്പ്ലേ ആണ് വരുന്നത്. ഒപ്പം 90 Hz സൂപ്പർ ഷേറ്റും ഈ ഡിസ്പ്ലേയിൽ റിയൽമി നൽകിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ റിയൽമി 9 Pro Plus സ്മാർട്ട് ഫോണിൻ്റെ മറ്റു കാര്യങ്ങൾ ഉപയോഗിച്ചുള്ള റിവ്യൂ അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീടൊരു അവസരത്തിൽ നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ഗുഡ് ബൈ.